23-ാം ദിവസം യേശുവിനെ സാത്താൻ പരീക്ഷിക്കുന്നു. മരുഭൂമി, വാഗ്ദാന നാട്ടിലേക്ക് ഇസ്രയേലിൻ്റെ നീണ്ട നടപ്പിൻ്റെ പരീക്ഷണ ഭൂമി. അവരുടെ നിരവധി പെറുപെറുക്കലുകളുടെയും പരാജയങ്ങളുടെയും ദൈവത്തിൻ്റെ പരിപാലനത്തിൻ്റെയും വിശാല ഭൂമി. അവിടത്തേക്ക് പരിശുദ്ധാരൂപി യേശുവിനെ നയിക്കുന്നു. പരീക്ഷണങ്ങളിൽ അവിടുന്ന് വിശ്വസ്തതയുടെ മാതൃകയാകണം. അതായിരുന്നു മിശിഹായെപ്പറ്റി പിതാവിൻ്റെ തീരുമാനം. പ്രലോഭകൻ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. സ്വയം ശൂന്യമാവുകയും സഹിക്കുന്ന ദാസനാകുകയും മറ്റും മനുഷ്യ രക്ഷയ്ക്കാവശ്യമില്ല എന്ന് പല എളുപ്പവഴികളുണ്ട്. പ്രത്യേകിച്ച് ദൈവപുത്രനായ അവിടത്തേക്ക് കാര്യം നിസ്സാരം, ഞാൻ പഠിപ്പിക്കാം. ഇതായിരുന്നു പ്രലോഭക സന്ദേശകൻ്റെ സാരം. ദൈവം പറഞ്ഞതല്ല ശരി, ദൈവം വിലക്കിയ പഴം നിസ്സംശയം കഴിക്കാം, ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് ഹവ്വയെ ബോധ്യപ്പെടുത്തിയ ആളാണ് സാത്താൻ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വചനം ഹൃദയത്തിലും ചുണ്ടിലുമുണ്ടായിരുന്ന യേശു സാത്താനെ ആട്ടിയോടിച്ചു. എങ്കിലും തളർത്തുന്ന ഒരു സംഘർഷം തന്നെയായിരുന്നു അത്. മാലാഖമാർ അവിടുത്തെ പരിചരിച്ചു. സ്വന്തം തീൻമേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊടുത്ത് വിശക്കുന്നവരെ അടക്കിയിരുത്തുക, പ്രകടനങ്ങളിലൂടെ അതിശയിപ്പിക്കുക, കുറുക്കുവഴികളിലൂടെ കാര്യം സാധിക്കുക, തിന്മയുമായി നീക്കുപോക്കുകൾ ചെയ്യുക, ഇതെല്ലാം മനുഷ്യജീവിതത്തിൽ നിത്യപ്രലോഭനങ്ങളാണ്. നമ്മുടെ ബലഹീനതകൾ സഹതപിക്കാൻ കഴിയാത്ത ഒരു മഹാപുരോഹിതനല്ല. ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ട ഒരു മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. കർത്താവിനോട് സംസാരിക്കുക. ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ സമൂഹം എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത്? നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിനെ ആഴത്തിൽ അറിയുവാൻ, സ്നേഹിക്കുവാൻ, അനുഗമിക്കുവാൻ, അനുകരിക്കുവാൻ എനിക്ക് കൃപ നൽകുക. ആമേൻ.